ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ DQവിൻ്റെ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ഒന്നും വിഷയം പറ്റിയില്ല, ഒന്ന് ലേറ്റായി പോയി. ഹാപ്പി ബർത്ത്ഡേ DQ. അപ്പം ആ ബർത്ത്ഡേ പ്രമാണിച്ച് ദുൽഖറിൻ്റെ 3 സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ മലയാളത്തിൽ നിന്ന് വന്ന ഒരു അപ്ഡേറ്റ്, ഒരു ടീസറാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അത് ടീസർ കണ്ടു. ടീസറിൻ്റെ റിയാക്ഷനിലോട്ട് പോകുമ്പം നമ്മൾ മറ്റേ പരിപാടി കാണിക്കുന്നില്ല, ഏതാ വീഡിയോ കാണിക്കുന്നില്ല. നമുക്ക് പണി കിട്ടും, കോപ്പിറൈറ്റ് അടിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് അടിക്കുമ്പോൾ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു അതാണ് ഞാൻ വീഡിയോയോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണിക്കുന്നില്ല. ഞാൻ ആദ്യമേ ഇത് കണ്ടപ്പോഴേ എൻ്റെ ക്യാമറമാനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. കിടിലൻ ക്യാമറാമാൻ നിമിഷ് രവി. പുള്ളി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഹോളിവുഡ് ലെവലിലെ ഒരു ക്യാമറ വർക്കാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പടം കണ്ടിട്ട് എനിക്ക് കുറച്ച് നേരം അതായിട്ട് തന്നെ തോന്നി. പിന്നെ എൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുണാണ് എൻ്റെ ഡയറക്ടർ. പുള്ളിന് മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, അത്ര ഫേമസ് ആവാത്തൊരു പടമാണ്. ഇത് 2ാമത്തെ പടമെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ റൈറ്ററും ഡൊമിനിക് അരുണും പിന്നെ ശാന്തി ബാലചന്ദ്രൻ ആണ് ഇതിൻ്റെ റൈറ്റർ. 2 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ദുൽഖർ സൽമാൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും ചെയ്തേക്കുന്നത്. അത് വെൽഫെയർ ഫിലിംസ്. അപ്പം ദുൽഖർ ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതായത് മലയാളത്തിലോട്ട് ഇതേപോലെയൊക്കെയുള്ള ഒരു സിനിമ കൊണ്ടുവരുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ. പിന്നെ വെളിയിലെ വർക്കും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പിന്നെ ഇതിനകത്ത് മെയിൻ സ്റ്റാറിങ് ചെയ്തിരിക്കുന്ന കല്യാണി പ്രിയദർശിനി നെസ്ലൈനുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കല്യാണി ഇതിനകത്ത് ഒരു സൂപ്പർ ഹീറോ, അതായത് മലയാളത്തിലൊരു 2ാമത്തെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള വന്നേക്കുന്ന ഒരു പടമാണ് ഇത്. എനിക്ക് ടീസറൊക്കെ കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാറിങ്ങിൽ എനിക്ക് കുറച്ചൊരു വിയോജിപ്പുണ്ട്. ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ അത് മാറിയേക്കാം. ഇതിനകത്ത് കല്യാണി പ്രിയദർശിനിയാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് കല്യാണിയുടെ കോമഡി പീസ് ആക്കാതിരുന്നാൽ നല്ലത്. പക്ഷേ ഇതിനകത്ത് ടീസറിൻ്റെ കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പിലത്തെ സിനിമ വെച്ച് വിലയിരുത്തുമ്പം കല്യാണി എനിക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇഷ്ടം തല്ലുമാലിക്കകത്ത ഒരു ഇത് വെച്ച് മാത്രമേ എനിക്ക് കല്യാണി ചെയ്തേക്കുന്ന റോള് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു വിധം ഒപ്പിച്ചെടുത്തേക്കുക. പുള്ളിക്കാർക്ക് താല്പര്യമില്ലാതെ വന്ന് വെച്ചാൽ നമ്മുടെ നെപ്പോട്ടിസം വെച്ച് വന്ന ഒരു ആക്ട്രസ് ആണല്ലോ. അപ്പം ഇതിനകത്ത് പുള്ളിക്കാരി ചളവാക്കുമോ എന്നൊരു പേടിയുണ്ട്. അതിന് പടം ഇറങ്ങിയാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നെസ്ലൈനെ ഒന്ന് മാറ്റി പിടിക്കാൻ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പിള്ളേർ വെളിയിൽ നിൽപ്പുണ്ട്, കയറാൻ വേണ്ടി നിൽപ്പുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കണ്ടാണല്ലോ, മൂൺ വാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കാണുമല്ലോ. അതുപോലെയുള്ള എത്ര പേര് സിനിമയിൽ അഭിനയിക്കാൻ നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഒരാളെ അതിനകത്ത് കാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. നെസ്ലൈനെ അതിനകത്ത് കാസ്റ്റ് ചെയ്തത് എനിക്ക് മിസ്കാസ്റ്റായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് നിമിഷ് രവി കീഴില്ല. ഇതിനകത്ത് നല്ലൊരു ക്രൂവിനെയാണ് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, ജെക്സ് ബിജോയുടെ മ്യൂസിക്. അപ്പോൾ നല്ലൊരു വർക്കാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണം. ഇതിനു മുമ്പ് ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, സന്തോഷ് ശിവൻ്റെ പടങ്ങളൊക്കെ അറിയാമല്ലോ. നല്ല ക്യാമറ വർക്കൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ അത് ചളിയായി പോയി. നമ്മുടെ സൗബിനെയൊക്കെ കൊണ്ടുവന്ന പുട്ടപ്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കൊളവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആക്ഷൻ സീനൊക്കെ കണ്ടിട്ട് മഞ്ജു വാര്യർക്ക് കൊടുത്ത ആക്ഷൻ സീൻ ഉണ്ടല്ലോ അതിനകത്ത്, ജാക്ക് ആൻഡ് ജില്ലിനെ അതുപോലെ കുളമൊക്കെ തരുന്നത്. ആക്ഷൻ സീൻ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു സ്കില്ല, അതങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ക്യാമറ വെച്ച് എന്നെ ചിലവരൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപ് ഇതുപോലെ പടം ആക്ഷൻ സീൻ പുള്ളിക്ക് പറ്റാത്ത പണി ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം. എഡിറ്റിങ് മറച്ച് വെച്ചേക്കുന്നതൊക്കെ കാണുമ്പോൾ അറിയാം. അതേപോലെ ഇതിനകത്ത് എഡിറ്റിങ്ങിൽ കുറച്ച് പരിപാടിയുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിങ് കിട്ടില്ലാണ്. ആ അവസാനത്തെ ഇതൊക്കെ കാണിക്കുന്ന എഡിറ്റിംഗ് ഒക്കെ നല്ലതാണ്. പടം ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീച്ചർ എനിക്ക് കിടിലായിട്ടാണ് തോന്നിയത്. ഞാൻ പറയും മിസ്കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും പടം ഇറങ്ങുമ്പം അത് മാറട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ DQവിൻ്റെ വേറൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, അത് ഏതാ, കാന്ത. അതിൻ്റെ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. അതും കിടിലായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് ഒരു ഇരുവറിൻ്റെ ലാലേട്ടൻ്റെ പ്രകാശ് രാജും വന്നുള്ള ഇരുവറിൻ്റെ ഒരു ഡൂപ്പ് പോലെ എനിക്ക് തോന്നി. പിന്നെ ശിവാജി ഗണേശനും സാവിത്രിയുടെയും ഒരു കഥ പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, മഹാനടിയുടെ ഒരു റോൾ ഉണ്ടല്ലോ, അതേപോലെയൊക്കെയുള്ള ഒരു പടം പോലെയൊക്കെ തോന്നി. കുഴപ്പമില്ല, നല്ല ആക്ടിങ് ആണെന്ന് തോന്നുന്നു, കൂടെ സമുദ്രക്കനിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര നല്ലൊരു ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.